ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവരെ ഞാൻ മത്സരിച്ച് പരാജയപ്പെടുത്തണം. അതല്ലേ എന്റെ മോളുടെ മനസ്സിലുള്ളത്. ഇതിപ്പം ആര് ജയിക്കും ആര് തോക്കും എന്നതിലൊന്നും അല്ല കാര്യം, പങ്കെടുക്കുന്നതില്ല. അമ്മ ഇതിൽ പങ്കെടുക്കണമെന്ന് മക്കളായ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനിയിപ്പൊ അമ്മ പങ്കെടുക്കുന്നില്ല എന്നാണെങ്കിൽ ഞാൻ പങ്കെടുക്കും. നീയോ? ആ, എന്താ എനിക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ലേ? അമ്മായിയമ്മയും മരുമകളും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു എന്നുള്ള പരസ്യം കിട്ടും. എന്റെ മോളെ ഇത്രയും വാശി പാടില്ല കേട്ടോ. അവര് മത്സരിക്കോ ജയിക്കോ എന്താന്ന് വെച്ചാ ചെയ്യട്ടെ, നമ്മള് കാഴ്ചക്കാരായിട്ട് നിന്നാ പോരെ. എനിക്കങ്ങ് വയ്യ. അമ്മേ പറ്റില്ല. എടി, അമ്മ പങ്കെടുക്കുക തന്നെ വേണം. അമ്മയ്ക്കറിയോ, വിഷ്ണുവേട്ടന്റെ അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണത്തിന് വേണ്ടിയാ സത്യം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വിഷ്ണുവേട്ടനെ പോലും അറിയിക്കാതെയാ അച്ഛനെ ചികിത്സിക്കാൻ സത്യമ്മ ഒരുങ്ങുന്ന. അവർക്ക് ഒരു വാക്ക് എന്നോടോ വിഷ്ണുവേട്ടനോടോ പറഞ്ഞാൽ എന്താ? അവരുടെ മകനും മരുമോളും അല്ലേ. വിഷ്ണുവേട്ടന്റെ അച്ഛനെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ അച്ഛനെ പോലെ തന്നെയല്ലേ അമ്മേ. അച്ഛന്റെ കാര്യത്തിനാവുമ്പോ എനിക്ക് എന്റെ അച്ഛനേക്കാൾ ഇഷ്ടവും കരുതലും ഒക്കെ കൂടും. കാരണം അച്ഛൻ എന്നോട് അങ്ങനെയാ പെരുമാറുന്നത്. മോളെ നിന്നെ തികച്ചു വിളിക്കില്ല. ആ അച്ഛന്റെ ചികിത്സയ്ക്ക് എന്നോട് പണം ചോദിക്കുന്നതിലോ നമ്മൾ പണം ചെലവാക്കുന്നതിലോ എന്താ അമ്മേ തെറ്റ്? സത്യമ്മയ്ക്ക് അതിന് എന്താ കുഴപ്പം? അപ്പൊ ഈഗോ, ഒരാളെ അറിയിക്കാതെ ഇത് നടത്തി കാണിക്കണമെന്നുള്ള വാശി, തന്റെ ഇടം. അങ്ങനെ ഇപ്പൊ കാശുണ്ടാക്കി അച്ഛനെ സത്യമ്മ ചികിത്സിക്കണ്ട. അച്ഛനെ ചികിത്സിക്കുന്ന കാര്യം ഞങ്ങള് മക്കള് നോക്കിക്കോളാം. അവരങ്ങനെ ജയിക്കണ്ട. അമ്മ പങ്കെടുത്താ അവര് ജയിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്റെ ശാലിനി, നിനക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു? പറയുന്നാണോ? അവരെന്നെ കൊണ്ട് പറയിക്കുന്നതല്ലേ അമ്മ. അവരിത്രയൊക്കെ അനുഭവിച്ചു, എന്നിട്ട് അവർക്ക് വല്ല കുലുക്കം ഉണ്ടോ നോക്കിയേ. പലഹാരം കൊണ്ടു നടന്ന് വിൽക്കുന്ന ജോലി വരെ സത്യമ്മ ചെയ്യാ. എന്തിനാ? മറ്റുള്ളവരെ തോൽപ്പിക്കാൻ. വിഷ്ണുവേട്ടനല്ല അവിടെ ചെലവിന് കൊടുക്കുന്നത്, അവര് പണിയെടുത്തിട്ടാ അവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ. എന്റെ പൊന്നുമോളെ, അത് അവരങ്ങനെ കഴിഞ്ഞു വന്നൊരു സ്ത്രീയാ. പഞ്ചായത്തിന്റെ സഭ വരെ കൂടിയിരുന്നതും നിയന്ത്രിച്ചിരുന്നതും സത്യാമ്മയല്ലേ. അങ്ങനെ ഒരാൾക്ക് എല്ലാവരെയും നിയന്ത്രിച്ച് ഭരിച്ചു വന്നിരുന്ന സത്യാമ്മയ്ക്ക് ഇതുപോലൊരു ഇടിവ് ജീവിതത്തിൽ ഉണ്ടാവുമ്പോ അവര് ശക്തമായി പ്രതികരിക്കും. അതവര് സ്വന്തം മക്കളോടും മരുമക്കളോടും കാണിക്കുന്നേ ഉള്ളൂ. അവർക്ക് പുറത്തൊരാളോട് ഇത് കാണിക്കാൻ പറ്റുമോ? എന്റെ അമ്മ, ഇതുണ്ടാക്കി വെച്ചത് അവര് തന്നെയല്ലേ. മറ്റുള്ളവരെ വിശ്വസിച്ച് അറിയാൻ പാടില്ലാത്ത ബിസിനസ് ചെയ്യാൻ പോകുമ്പോഴേ ഇത് ഓർക്കണമായിരുന്നു. അന്നും അവര് വിഷ്ണുവേട്ടനോടോ എന്നോടോ ഒന്നും ആലോചിച്ചില്ല. ഒന്ന് ആലോചിച്ചിരുന്നെങ്കിൽ ഈ ഗതി ഞാൻ അവർക്ക് വരുത്തത്തില്ലായിരുന്നു. ഇനിയിപ്പോ അതും ഇതും പറഞ്ഞിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ. ഇനിയിപ്പോ രാഘവേട്ടന്റെ ചികിത്സക്കായിട്ട് അവർ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നെങ്കിൽ പങ്കെടുക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ മോളെ. നമ്മളായിട്ടൊരു മുടക്കത്തിനും പോണ്ട. അവരെന്താന്ന് വെച്ചാ ചെയ്യട്ടെ. ഞാൻ പോകുന്നു. നിനക്കിത് എന്തിന്റെ കേടാ? അങ്ങനെ ഇപ്പൊ അവര് മാത്രം എല്ലാ കാര്യങ്ങൾക്കും ജയിക്കണ്ട, എനിക്കും ജയിക്കണം. അമ്മ പങ്കെടുക്കും, എനിക്ക് വേണ്ടി മത്സരിക്കുകയും ചെയ്യും. ഇതേ കളക്ടർ ശാലിനി വിഷ്ണുവിന്റെ ഓർഡറാ. അമ്മ എന്നെ പ്രസവിച്ചതാണെങ്കിലേ ഈ മത്സരത്തിൽ നമ്മൾ പങ്കെടുത്തിരിക്കും.